സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ആ തീരുമാനം ഏറ്റെടുക്കുന്നതിന് മുസ്ലിം ലീഗിന് എന്താ വിരോധമുള്ളത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.5 വർഷം ബാക്കിയുണ്ട്. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും നേർക്കുനേർ പോരാട്ടത്തിലാണ്. രണ്ടുപേരുടെയും തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട് കെ.സി. വേണുഗോപാൽ. അതോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട്. ശശി തരൂരിനും കേരളത്തിലേക്ക് ഒരു നോട്ടമുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ 5 ആണ്. 5 പേർ തമ്മിൽ അടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ആൾ നമ്മോടൊപ്പമുണ്ട് എന്ന്. മലപ്പുറത്ത് നടന്ന യൂത്ത് ലീഗിന്റെ ലിറ്റററി ഫെസ്റ്റിവലിലാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിപ്പറഞ്ഞത് ദാ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെയുണ്ട് എന്ന്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയും ഉപമുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അത് തമാശ പറഞ്ഞതാണ് എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. എന്നാൽ തമാശയാണോ അല്ല എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എല്ലാ കക്ഷികളും പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ മുസ്ലിം ലീഗ് റെഡിയാണ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി റെഡിയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിൽ തമ്മിലടി മൂർച്ഛിക്കുന്നു. അതോടൊപ്പം മുസ്ലിം ലീഗിനകത്ത് നിന്ന് ഒരു ആവശ്യം ഉയരുകയും ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ മനസ്സിൽ മുഖ്യമന്ത്രിയല്ല, അവരുടെ മനസ്സിലുള്ളത് ഉപമുഖ്യമന്ത്രിയാണ് എന്ന് വ്യക്തം PM.A. സലാമിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വാക്ക് നമുക്ക് കേൾക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാവരും കൂടി ആലോചിച്ചാണ്. സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ആ തീരുമാനം ഏറ്റെടുക്കുന്നതിന് മുസ്ലിം ലീഗിന് എന്താ വിരോധമുള്ളത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF-ലെ എല്ലാ ഘടകകക്ഷികളും കൂടി മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്നൊരു വാശി പിടിക്കാനൊന്നും മുസ്ലിം ലീഗിന് കഴിയില്ല. ഇല്ല, മുസ്ലിം ലീഗ് അങ്ങനെ ആവശ്യം ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല, വെക്കണമെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഭൂരിപക്ഷത്തെക്കുറിച്ച് ജനങ്ങൾ UDF-ന്റെ കൂടെയാണ് എന്ന തികഞ്ഞ ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ലീഡറെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് UDF-ൽ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതാണ് PM.A. സലാമിന്റെ വാക്കുകൾ. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇതുവരെയും ഒരു നിലപാട് എടുത്തിട്ടില്ല. ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ UDF-ലെ ഘടകകക്ഷികൾ എല്ലാവരും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ്. ഒരാവശ്യവും മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതാണ് PM.A. സലാം പറയുന്നത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്ന പദത്തിന് അവകാശവാദം ഉന്നയിക്കാൻ ഞങ്ങളില്ല എന്ന്. അതോടൊപ്പം അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചോദ്യം നേരത്തെ ലിറ്റററി ഫെസ്റ്റിവലിൽ മലപ്പുറത്ത് നടന്ന യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ലിറ്റററി ഫെസ്റ്റിവലിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു കോൺഗ്രസ് സമ്മതിച്ചാൽ ഞങ്ങൾ തയ്യാറാണ് എന്ന്. കോൺഗ്രസ് സമ്മതിക്കണം. കോൺഗ്രസിനെ കൊണ്ട് എങ്ങനെയാണ് സമ്മതിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുസ്ലിം ലീഗിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാകും മന്ത്രിസഭയിൽ. അത് മുസ്ലിം ലീഗിനായിരിക്കും, അത് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും. കാരണം പി.കെ. കുഞ്ഞാലിക്കുട്ടി എത്രയോ കാലം മന്ത്രിയായിരുന്ന ആളാണ്, UDF-നെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. UDF-ന്റെ നട്ടെല്ലാണ് മുസ്ലിം ലീഗ്. UDF-ൽ കോൺഗ്രസിനകത്തുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഘടകകക്ഷികൾ തമ്മിലുള്ള പോര് അത് പരിഹരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെ മുസ്ലിം ലീഗാണ് UDF-ന്റെ നട്ടെല്ല്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല, ഛിന്ന ഭിന്നമായി പോകും. അങ്ങനെ മുസ്ലിം ലീഗിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന, UDF സർക്കാർ വന്നാൽ നയരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ടും ഉപമുഖ്യമന്ത്രിയാകാൻ കഴിയും. അതിനുവേണ്ടി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്താൻ മുസ്ലിം ലീഗ് തയ്യാറാകും എന്ന് പറഞ്ഞു വെക്കുകയാണ് രണ്ട് നേതാക്കളും ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പദത്തിൽ ഞങ്ങളില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുകയും ഉപമുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ തന്ത്രം. ഇനിയിപ്പോൾ മൂന്നാമതും പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തുകൊണ്ട്? പി രാജീവ് നേരത്തെ ഒരു പ്രസംഗത്തിൽ കൃത്യമായ കണക്ക് വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2011 കോൺഗ്രസിന് 39 സീറ്റ് 82 സീറ്റിൽ മത്സരിക്കുമ്പോഴാണ് കോൺഗ്രസിന് 39 സീറ്റ് ലഭിക്കുന്നത്. മുസ്ലിം ലീഗിന് 20 സീറ്റ് 24 സീറ്റിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ജയിക്കുന്നത്
20 സീറ്റ്. ജയിക്കുന്നതിൻ്റെ റേഷ്യോ നോക്കണം, വളരെ വളരെ മുന്നിലാണ് കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗ് എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം 2016 വരുന്നു. 87 സീറ്റിൽ, കഴിഞ്ഞ തവണ 82 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ എന്ന് വെച്ചാൽ 2016 മത്സരിക്കുന്നത് 87 സീറ്റിലാണ്. 87 സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് വെറും 22 സീറ്റ്. 22 സീറ്റ്. അതേസമയം 24 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗിന് 20 സീറ്റ് നേടാൻ കഴിയുന്നു എന്ന്. 20 സീറ്റ് നേടാൻ കഴിയുന്നു എന്ന്. അത് കഴിഞ്ഞ് 2021 LDF തരംഗം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് 93 സീറ്റിൽ മത്സരിക്കുന്നു. 93 സീറ്റിൽ 82, 87, 93 സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ജയിക്കുന്നത് കേവലം 21 സീറ്റിൽ മാത്രം. 21 സീറ്റിൽ മാത്രം. 25 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗിന് ലഭിച്ചത് 15 സീറ്റ്. 15 സീറ്റ്. ആലോചിച്ച് നോക്കണം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നു. മുസ്ലിം ലീഗ് അവരുടെ സ്ഥിരം സീറ്റുകൾ നിലനിർത്തി പോരുന്നു, എന്നാൽ കോൺഗ്രസ് മുഴുവൻ സീറ്റിലും തോറ്റുപോകുന്നു എന്നർത്ഥം. ഇത് വലിയ ഒരു രാഷ്ട്രീയ സൂചന നൽകുന്നുണ്ട്. ഭാവിയിൽ UDFനെ നയിക്കുന്നത് ആരായിരിക്കും? മുസ്ലിം ലീഗ് ആയിരിക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പ്രതിപക്ഷത്ത് ഇരുന്നാൽ. ഇപ്പോൾ 24 സീറ്റിൽ മാത്രം മത്സരിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇത്ര ചെറിയ സീറ്റ് ലഭിക്കുന്നത്. മുസ്ലിം ലീഗിന് ഒരു 40 സീറ്റിലേക്കൊക്കെ മത്സരിക്കാൻ കഴിഞ്ഞാൽ, UDF സംവിധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മത്സരിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, വൻ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകളിൽ ജയിക്കാൻ കഴിയും. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്താൻ പോലും കഴിയുന്ന അവസ്ഥയുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് UDF ജയിച്ചാൽ, UDFന്റെ ഒരു മന്ത്രിസഭയുണ്ടായാൽ ഒരു സംശയം വേണ്ട, മന്ത്രിസഭയിൽ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും. അത് മുസ്ലിം ലീഗ് ആയിരിക്കും, അത് കുഞ്ഞാലിക്കുട്ടിയായിരിക്കും. അത് തുറന്നു പറയുകയാണ് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ 2 നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം.